Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാനൊരു കർക്കിടക സ്പെഷ്യൽ റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഉലുവാക്കഞ്ഞി. ഉലുവാക്കഞ്ഞി എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഒരു മടിയാണ്, കയ്പുണ്ടാവുമെന്ന് ഓർത്തിട്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊപ്പോർഷനിൽ ഉണ്ടാക്കിയാൽ ഒട്ടും കയ്പും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റുമാണ് ഉലുവാക്കഞ്ഞി കഴിക്കാനായിട്ട്. അപ്പോൾ കർക്കിടകം തീരുന്നതിന് മുന്നേ എല്ലാവരും ഒരു 7 ദിവസം അല്ലെങ്കിൽ കുറഞ്ഞതൊരു 3 ദിവസമെങ്കിലും ഈ ഉലുവാക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കുക. നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്, അസുഖങ്ങൾ വരാതിരിക്കാനും അതുപോലെ തന്നെ നടുവേദനയൊക്കെ കുറയ്ക്കാനും വളരെയധികം ഈ ഉലുവ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാൻ മരുന്ന് കഞ്ഞിയുടെയും മരുന്നുണ്ടയുടെയും അതുപോലെ തന്നെ പത്തിലത്തോരൻ, താളുകറി ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാരെങ്കിലും കാണാതുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നമുക്ക് പത്തിലത്തോരനും താളുകറിയൊക്കെ കൂട്ടി ഈ ഉലുവാക്കഞ്ഞി കഴിക്കാം. അപ്പോൾ ഈ ഉലുവാക്കഞ്ഞി എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പോളം ഉലുവ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മതി. 1/2 കപ്പ് ഉലുവ എടുത്ത് ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഉലുവ കുറച്ച് നേരം എടുക്കും കുതിരാനായിട്ട്. അപ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഉണക്കലരിയാണ്. ഉണക്കലരി ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് ഉലുവയ്ക്ക് 2 കപ്പ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ഉണക്കലരി ഞാൻ 1 മണിക്കൂറേ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ളൂ. വെള്ളത്തിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വേവിക്കുമ്പോൾ ഒരല്പം നേരം കൂടെ വേവിച്ചാൽ മതി. പിന്നെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ചക്കരയാണ്. ചക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി എന്ന് പറയും. അപ്പോൾ അത് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കി അരിച്ചെടുത്തതാണ്. ചക്കര ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. പിന്നെ ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ ഒന്നും തിരിഞ്ഞിട്ടില്ല. അത്യാവശ്യം കട്ടിയുള്ള, തീരെ കട്ടി കുറഞ്ഞും പോകാൻ പാടില്ല, ഒത്തിരി കട്ടിയില്ലാത്ത 3 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ജീരകം വറുത്ത് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഈ നെയ്യും ജീരകമൊക്കെ ഓപ്ഷണലാണ്. ഇത് വേണ്ടാത്തവർക്ക് പകരം ഏലക്കയോ ചുക്കോ ഒക്കെ ചേർക്കുക. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഉലുവ ആദ്യം വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. ഉലുവ ഞാനൊരു നന്നായിട്ടൊരു 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം 1/2 കപ്പോളം വെള്ളം ചേർത്ത് കുതിർക്കാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം പോരാന്നുണ്ടെങ്കിൽ 1/2 കപ്പോ 1 കപ്പോ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അതിനകത്തുള്ള വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട്. കഴുകി വെച്ചിരുന്നതുകൊണ്ടാണ് നമ്മൾ ആ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വരെ വെള്ളം ചേർത്ത് നമുക്ക് ഈ ഉലുവ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നു കഴിഞ്ഞ് അതിൻ്റെ ആവി പോയതിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ ഉലുവ ഏകദേശം ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ടാവും. ഒന്ന് കയ്യിലെടുത്ത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാതിങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ടോ എന്നറിയാം. അപ്പോൾ അത് വെന്തിട്ടുണ്ടെന്നറിയാം. അതിനുശേഷം നന്നായിട്ട് വേണമെന്നില്ല, ഒരു 1/4 ഭാഗം വെന്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉണക്കലരി ചേർത്ത് കൊടുക്കാം. ഉണക്കലരി അതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർത്തെടുത്തതാണ്. അപ്പം ആ വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഉലുവയുടെ മാത്രമേ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിനകത്തെ വെള്ളം കളഞ്ഞ് ഊറ്റിയെടുത്തതാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു 4-5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അടിയിൽ പിടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ 6-7 കപ്പ് വരെ വെള്ളം ചേർക്കാം. കാരണം ഈ അരി വെന്ത് വരുമ്പോഴേക്ക് ഈ വെള്ളം വറ്റും. അപ്പം ഞാൻ അധികം കുക്കർ പുറത്തേക്ക് അങ്ങ് ചീറ്റി വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 6-7 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഉലുവ നന്നായിട്ടൊന്നുകൂടെ വെന്ത് കിട്ടും. അരി കുതിർത്ത് 1 മണിക്കൂർ കുതിർത്ത് വെച്ചതുകൊണ്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. അതല്ല, കുതിർക്കാത്ത അരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 വിസിൽ വരെയൊക്കെ വേവിക്കാം. ഒന്ന് ഹൈ ഫ്ലെയിമിൽ വിസിലടിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2-3 വിസിലും കൂടെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ അരി നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം ഞാൻ 2 വിസിൽ കേട്ട് അതിൻ്റെ ആവി പോയതിന് ശേഷം തുറന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ചക്കര ചേർത്ത് കൊടുക്കാം.
ചക്കരയാണ് നല്ലത്, അതില്ല എന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 3/4 കപ്പോളം വെള്ളം ചേർത്താണ് ഇത് ഉരുക്കി എടുത്തിരുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒത്തിരി കട്ടിയുള്ളതാവരുത്, ഒരു മീഡിയം തിക്നെസ്സിൽ എടുക്കുക. 1-ാം പാലും 2-ാം പാലും കൂടെ ചേർത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വെള്ളം പോരാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം, കഞ്ഞി കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1-2 കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. കഞ്ഞി ഇരുന്ന് കഴിയുമ്പോൾ ചൂട് കുറയുമ്പോഴേക്കും നന്നായിട്ട് തിക്കായി വരും. അതുകൊണ്ട് അത്യാവശ്യം ലൂസായിട്ട് തന്നെ കഞ്ഞി ഉണ്ടാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ഉപ്പും എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തിളച്ച വെള്ളം ചേർക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. തിളച്ച വെള്ളം ചേർത്ത് ആവശ്യത്തിന് ലൂസാക്കി എടുക്കുക. ഞാൻ ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്, അത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. 1 കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കേണ്ട, ഒരു 1 മിനിറ്റ്, തിളച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റും കൂടെ തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യും കൂടെ ചേർത്ത് ഓഫ് ചെയ്യാം. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ഗുണം കൂടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ താല്പര്യമില്ലെങ്കിൽ നെയ്യ് ഒഴിവാക്കാം. അതുപോലെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പായസം പോലെ നമുക്ക് ഏലക്കയോ അല്ലെങ്കിൽ ചുക്കോ ഒക്കെ പൊടിച്ചത് ചേർക്കാം. പിന്നെ ഇതിനകത്ത് ഒത്തിരി അങ്ങ് മധുരം ചേർക്കരുത്. ഞാൻ 200 ഗ്രാമാണ് ചേർത്തിരിക്കുന്നത്, അതിനപ്പുറത്തേക്ക് ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർക്കുമ്പോഴേക്കും അതിനൊരു ടേസ്റ്റിനൊക്കെ ഒരു ബാലൻസ് ആവും. ഞാനിപ്പോൾ ആ നെയ്യ് എടുത്ത പാത്രത്തിലേക്ക് അല്പം കഞ്ഞി ചേർത്ത് ആ നെയ്യ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ ഉലുവാക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അടിപൊളി നല്ല ടേസ്റ്റാണ്. ഉലുവായാണെന്നുള്ള ഒരു കയ്പും ഇതിന് തോന്നില്ല. നല്ല ടേസ്റ്റാണ് ഈ ഉലുവാക്കഞ്ഞി കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ കഴിക്കാം. ഇതിൻ്റെ കൂടെ വെജ് കറികൾ മാത്രം കഴിക്കാൻ നോക്കുക. മീനും ഇറച്ചിയൊന്നും കഴിവതും ഇതിനോടൊപ്പം കഴിക്കാതിരിക്കുക. അപ്പോൾ പത്തിലത്തോരനുണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ താളുകറിയും കൂട്ടി കഴിക്കാം. താളുകറിയും നല്ല കോമ്പിനേഷനാണ് ഉലുവാക്കഞ്ഞിക്ക്. നിങ്ങൾക്ക് അതല്ല കറിയൊന്നും ഇല്ലാതെയാണെങ്കിലും കഴിക്കാം. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഉലുവാക്കഞ്ഞി ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.